മക്കളെ അപ്പോൾ എല്ലാവർക്കും വെച്ചുപോട്ടിന്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്കറിയാം പാർട്ടിക്കുലേറ്റ് നാച്ചർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഇന്ന കൂട്ടുകാരന് അയച്ചാൽ അല്ലെങ്കിൽ ഇന്ന കൂട്ടുകാർക്ക് അയച്ചാൽ ഒരു പ്രശ്നവുമില്ല, അവനൊരു ഉപകാരമാകും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിൽ വരാം. അതായത് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് തേർമൽ എനർജി അഥവാ ചൂടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് പാർട്ടിക്കിൾ മൂവ്മെന്റ് നടക്കുന്നത്, അപ്പൊ നടക്കുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ തേർമൽ എനർജി ആൻഡ് പാർട്ടിക്കിൾ മൂവ്മെന്റ്സ്. നമുക്കറിയാം മക്കളെ, നമുക്കറിയാം സോളിഡിനകത്ത് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്, അല്ലെ? ക്ലോസ്ലി പാക്ഡ് ആണ്. അപ്പൊ ഇവർക്ക് ഒരു തേർമൽ എനർജി അഥവാ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ, നമുക്കറിയാം ചൂടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ചൂടാക്കി കഴിഞ്ഞാൽ ഫാസ്റ്റർ മൂവ്മെന്റ് നടക്കും, അല്ലെ? എത്രമാത്രം ചൂടാക്കുന്നു അതിനനുസരിച്ച് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കും, അതിന്റെ പാർട്ടിക്കിൾസുകൾ ഇങ്ങനെ ഫാസ്റ്റ് ആയി മൂവ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഇവിടെ അവർക്ക് മൂവ് ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള സൗകര്യവും ഇല്ലാത്തതിനാൽ എന്ത് ചെയ്യുന്നു, അവരവിടെ കിടന്ന് എന്ത് ചെയ്യും, കട്ട 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 എന്ന് ചെല്ലും. അഥവാ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഇവർ അവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്യാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് അവിടെ കിടന്നിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ? ഇനി നമ്മൾ നേരെ ലിക്വിഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ, ലിക്വിഡ്സിന്റെ ആ ഒരു പാർട്ടിക്കിൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? അവർ ക്ലോസ്ലി പാക്ഡ് അല്ല, അത്യാവശ്യം സൗകര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥലം, ഒരു ലിമിറ്റഡ് സ്പേസ് അവർക്ക് ഉണ്ട്, അല്ലെ? അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവരെ ചൂടാക്കി കഴിഞ്ഞാൽ ഇവരൊരു സ്ലോ മൂവ്മെന്റ് ഇവർക്ക് ഉണ്ടാവും. കാരണം ഇവർക്ക് അത്യാവശ്യം സ്ഥലമുണ്ട്. അപ്പൊ ഇവിടെ ചൂടാക്കി കഴിഞ്ഞാൽ ഒരു തേർമൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുക, ഒരു സ്ലോ മൂവ്മെന്റ് ഇവർക്ക് ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് തീരെ ഇല്ല, കാരണം ഇവര് കിടന്നോടത്ത് തന്നെ വൈബ്രേറ്റ് ചെയ്യും. ഇവർ ചെറിയൊരു മൂവ്മെന്റ് വിധേയമാണ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഗ്യാസിന്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്താ മക്കളെ? ഇവര് ഒരാൾ ഇവിടെയാണെങ്കിൽ ഒരാൾ ഇവിടെയാണ്, അല്ലെ? പാർട്ടിക്കിൾസ് ഈസ് വെരി ഭയങ്കര സ്പേസിലാണ്. അപ്പൊ ഇവരെ ചൂടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവരെ ചൂടാക്കി കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും, പാർട്ടിക്കിൾസ് മൂവ് ഫ്രീലി ഇൻ ഓൾ ഡയറക്ഷൻ. ഓക്കെ, പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, എല്ലാ ഡയറക്ഷനിലും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ മക്കളെ? അപ്പോൾ സോളിഡിലാണെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, ഇനി ലിക്വിഡ്സിലാണെങ്കിൽ നമ്മൾ തേർമൽ എനർജി അഥവാ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ സ്ലോ മൂവ്മെന്റിലാണ്, പതുക്കെ ചലിക്കും അല്ലെങ്കിൽ പതുക്കെ മൂവ് ചെയ്യും. ഗ്യാസിലേക്ക് വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ ഫ്രീ ആയിട്ട് മൂവ്മെന്റ് ആർ കംപ്ലീറ്റ്ലി ഫ്രീ ഓർ പാർട്ടിക്കിൾസ് മൂവ് ഫ്രീലി ഇൻ ഓൾ ഡയറക്ഷൻ, അല്ലെ? അവർ എല്ലാ ഡയറക്ഷനിലും ഇങ്ങനെ പാറി നടക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പാർട്ടിക്കിൾ മൂവ്മെന്റ് ആൻഡ് തേർമൽ എനർജി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ചിലപ്പോൾ 1-2 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. കൃത്യമായിട്ട് നിങ്ങൾ ഈ കീവേഡ്സുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ് മക്കളോട് പറയാനുള്ളത്. അതേപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ സൂപ്പർ ബാച്ചിലേക്ക് ഇനി ജോയിൻ ചെയ്യാൻ വൈകിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഒരു വലിയ ചാൻസുകളൊന്നും വരാനില്ല. വേഗം തന്നെ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മിസ് കോൾ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് അവർ വിളിച്ചോളും. ഇനി താഴെ ലിങ്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിലെ മികച്ച ഫാക്കൽറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ റെക്കോർഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്, PYQ സെഷനുകളുണ്ട്, അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സമ്പൂർണ്ണമായിട്ടുള്ള പാക്കേജാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞിട്ടില്ല, ചില കുട്ടികൾക്ക് മാത്സിലെ ബേസിക് അറിഞ്ഞുകൂടാത്തവരുണ്ടാവും, ഹിന്ദി ബേസിക്, ഇംഗ്ലീഷ് ബേസിക്, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ബേസിക് ഒക്കെ തന്നിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുക. അതൊക്കെ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത്. ഈ കേവലം ഈ ഒരു ചെറിയ പൈസക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഭാവിയിൽ അത് ചെറിയ മാറ്റങ്ങളൊക്കെ വരാട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴേ പറയുന്നത്, വേഗം തന്നെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, വേഗം തന്നെ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ മക്കളോട് പറയാനുള്ളത്, നമ്മുടെ ഈ നോട്ട്സുകളും കാര്യങ്ങളൊക്കെ എല്ലാ തരത്തിലും 8ാം ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ അപ്ഡേറ്റ്സുകളും നമ്മളെ ഈ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മളെ സ്ലൈഡുകൾ, സ്റ്റഡി മെറ്റീരിയൽസുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളെ പഠന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നതാണ്. അതിന്റെ ലിങ്കും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. എഡ്യൂപോർട്ടിന്റെ കൂടെ കൂടിക്കോ. നിങ്ങളെ പഠിപ്പിച്ച് സെറ്റാക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.